പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ ബൈബിളിലെ സ്ത്രീരത്നങ്ങൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഹാഗർ എന്ന ബൈബിളിലെ ഒരു ഒളിഞ്ഞുകിടക്കുന്ന സ്ത്രീയുടെ, അതായത് ഒരു വലിയ ഭവനത്തിൽ നിന്ന് തള്ളപ്പെട്ടതായ, ഒരു മഹത് സ്ഥാനം ലഭിച്ചിട്ട് അത് നഷ്ടപ്പെടുത്തിയതായ ഹാഗർ എന്ന സ്ത്രീയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ സ്ത്രീയെ പോലെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാമും എങ്ങനെ ആണ് എന്ന് നമുക്ക് ഒന്ന് നോക്കിക്കാണാം. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഹാഗറിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കർത്താവേ, കേൾക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങളും അടിയനും കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഹാഗറിലൂടെ അങ്ങ് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശരിയാക്കി എടുക്കണം എന്നുള്ളത് കർത്താവ് ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ നശിച്ചു കൊണ്ടുപോകുന്നതായ കാര്യങ്ങളിലൂടെ ഒക്കെ ഈ ലോകം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ കർത്താവ് ഇതിലൂടെ സംസാരിക്കുവാൻ, നമ്മോട് എന്താണോ പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് എന്നിലൂടെ സംസാരിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആമേൻ. നാം ഹാഗറിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഹാഗർ ആരാണ്? ഒരു മിസ്രൈമ്യ സ്ത്രീയാണ്. ഹാഗർ ഒരു മിസ്രൈമ്യ സ്ത്രീയാണ്. മിസ്രൈമ്യ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു ആഫ്രിക്കൻ യുവതി ആണ്. ആഫ്രിക്കയിലുള്ള ഒരു സ്ത്രീ ആണ് ഹാഗർ. ആഫ്രിക്കയിലുള്ള സ്ത്രീയാണ് ഹാഗർ. ആ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോന്റെ സ്ഥലത്ത് നിന്ന് അബ്രഹാമും സാറയും കനാനിലേക്ക്, മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് മടങ്ങി പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഫറവോൻ തൻ്റെ അടിമയായ ഈ മിസ്രൈമ്യ പെൺകുട്ടിയെ, അതായത് അവിടെ അവൾ എന്തോ തെറ്റു ചെയ്തിരുന്നു. തെറ്റു ചെയ്തത് കാരണം ഫറവോൻ അവളെ അടിമയാക്കി അവിടെ വച്ചിരുന്നു. ആ അടിമത്വത്തിൽ നിന്ന് അവൾ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു ധനികന്റെ കുടുംബത്തിലേക്കാണ് അവൾ എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് അബ്രഹാമും സാറയും മടങ്ങി വരുന്ന സമയത്ത് ഫറവോൻ അബ്രഹാമിനും കുടുംബത്തിനും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഈ മിസ്രൈമ്യ പെൺകുട്ടിയായ ഹാഗറിനെ. നമുക്ക് ഉൽപ്പത്തി 16-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലുമാണ് ഹാഗറിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹാഗർ മിസ്രൈമിലായിരുന്നപ്പോൾ അടിമയായിരുന്നു. അവൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ലായിരുന്നു. അവളുടെ ഒരു ഇഷ്ടങ്ങളും അവൾക്ക് സാധ്യമാക്കാൻ കഴിയാത്ത രീതിയിൽ അവൾ ജീവിച്ചു വന്നിരുന്ന ഒരു സ്ത്രീയാണ്. സ്ലേവ് എന്ന് പറയുമ്പോൾ, അടിമ എന്ന് പറയുമ്പോൾ അവളുടെ ഇഷ്ടങ്ങൾക്ക്, ആ സ്ലേവിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ആ അടിമയുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത കാലമാണ്. അല്ലെങ്കിൽ ഇപ്പോഴും സ്ലേവ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. അവരുടെ അതോറിറ്റി, അവരെ സ്ലേവ് ആക്കി, അവരെ അടിമയാക്കി വച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എന്താണോ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ അവർക്ക് ചെയ്യുവാനോ കഴിയുകയുള്ളൂ.
അവർക്ക് ഭക്ഷണം പോലും നേരെ ലഭിക്കത്തില്ലായിരുന്നു, അവർക്ക് നല്ല വസ്ത്രം പോലും ലഭിക്കത്തില്ലായിരുന്നു. അങ്ങനെ ജീവിച്ചു വന്ന ആ ഹാഗറിനാണ് ഒരു ധനികന്റെ, ഒരു രാജാവായി ജീവിക്കുന്നതായ അബ്രഹാമിൻ്റെ അനേകം വ്യക്തികൾ തൻ്റെ ഭവനത്തിൽ തൻ്റെ കൂടെ ഉള്ളപ്പോൾ, അനേകം ജോലിക്കാർ കൂടെയുള്ള സ്ഥലത്ത് അവൾക്ക് പാർക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയത്. ദൈവം ഹാഗറിനെ കണ്ടിരുന്നത് ലോകത്തിലെ രണ്ടാം ജാതിയെ അവളിൽ നിന്ന് ഉത്ഭവിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹാഗറിനെ തന്നെ ആ ഫറവോൻ ചക്രവർത്തിക്ക് ഈ അബ്രഹാമിന് ഗിഫ്റ്റായിട്ട്, സമ്മാനമായിട്ട് കൊടുക്കുവാൻ മനസ്സ് തോന്നുവാൻ കാരണമായി തീർന്നത്. അങ്ങനെ നമുക്ക് 16-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കൾ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗർ എന്ന പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ പ്രിയപ്പെട്ടവളായ, അബ്രഹാം വളരെയധികം സ്നേഹിച്ചിരുന്ന തൻ്റെ ഭാര്യയായ സാറ, അതായത് ആ കൊട്ടാരത്തിലെ പ്രിൻസ്, അവളുടെ ദാസിയായിട്ടാണ് ഹാഗറിനെ അവർ കണ്ടിരുന്നത്. എന്നാൽ അവിടെ ദാസിയുടെ രീതിയിലല്ല, മറ്റുള്ള സർവൻസിനെ, മറ്റുള്ള വ്യക്തികളോട് ഇടപെടുന്ന രീതിയിലല്ലായിരുന്നു അബ്രഹാമും സാറയും ഈ കറുത്ത പെൺകുട്ടിയെ നോക്കിക്കണ്ടിരുന്നത്. അവൾ വിശ്വസ്തയായിരുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇവർ ഏൽപ്പിക്കുന്ന ഏതു കാര്യവും വിശ്വസ്തയോടെ, പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അവിടുത്തെ യജമാനത്തിയായ സാറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദാസിയായിരുന്നു ഹാഗർ. അതുകൊണ്ടാണ് തനിക്ക് മക്കളില്ലാതിരുന്നപ്പോൾ തൻ്റെ ദാസിയായ ഹാഗറിനെ തൻ്റെ ഭർത്താവിന് ഭാര്യയായി കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. തൻ്റെ 75-ാം വയസ്സിലാണ് താൻ അങ്ങനെ ഒന്ന് ചിന്തിക്കുവാൻ സാറ ഇടയായി തീർന്നത്. താൻ ഇത്രയും വയസ്സായി ഇനി കുഞ്ഞുങ്ങൾ ലഭിക്കുകയില്ല എന്ന് സാറയ്ക്ക് തോന്നിയിട്ട് നമ്മുടെ പാരമ്പര്യം എങ്ങനെ കാത്തു സൂക്ഷിക്കുമെന്ന് വളരെയധികം ആകുലപ്പെട്ടിട്ട് തൻ്റെ ഭർത്താവായ അബ്രഹാമിനെ ഹാഗറിനെ ഭാര്യയായി കൊടുക്കുവാൻ, രണ്ടാമത്തെ ഭാര്യയായി കൊടുക്കുവാനായിട്ട് ആ സാറ തീരുമാനിക്കുവാൻ ഇടയായി തീർന്നത്. എന്തുകൊണ്ട്? അവൾ സാറയ്ക്ക് പ്രിയപ്പെട്ടവളായിരുന്നത് കൊണ്ട്. സാറയെ അവൾ മറ്റുള്ള ദാസിമാരെ പോലെ അല്ല കണ്ടിരുന്നത്, മറ്റുള്ള സെർവൻസിനെ പോലെ അല്ല കണ്ടിരുന്നത്. അവളെ തൻ്റെ കൂടെ പിറപ്പിനെ പോലെ കാണുവാൻ സാറ ഇടയായി തീർന്നു. നമുക്ക് 2-ാം വാക്യത്തിലേക്ക് പോകാം. സാറായ് അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്ത് 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ മിസ്രൈം ദാസിയായ ഹാഗറിനെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. വെപ്പാട്ടിയായിട്ട് കൊടുത്തു എന്നല്ല അവിടെ വചനം പറയുന്നത്. 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. വെപ്പാട്ടിയായിട്ടല്ല കൊടുത്തത്, ഭാര്യയായിട്ടാണ്. അപ്പോൾ തൻ്റെ അതേ പദവി, തൻ്റെ അതേ സ്ഥാനം ആണ് അവിടെ ഹാഗറിന്
സാറ കൊടുക്കുവാൻ ഇടയായി തീർന്നത് നമുക്ക് അവിടെ വ്യക്തമായി വചനത്തിൽ പറയുന്നു. അവൻ ഹാഗറിന്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിൽ നിന്ദിതയായി. അബ്രഹാം അവളുടെ അടുത്ത് ചെല്ലുകയും അവളോടൊപ്പം ശയിക്കുകയും അവളെ പരിഗ്രഹിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവൾ ഗർഭം ധരിക്കുവാനിടയായി തീർന്നു. അവൾ ഗർഭം ധരിച്ചപ്പോൾ അവളെ അതുവരെയും സ്നേഹിച്ച, അവളെ അതുവരെയും സംരക്ഷിച്ച, അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് അവൾക്ക് സ്വാതന്ത്ര്യം നൽകിയ തൻ്റെ യജമാനത്തിയെ അവൾ കണ്ണിന് നിന്ദയായി തോന്നുവാനിടയായി തീർന്നു. ഈ കാലഘട്ടത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ലേ, നാം വളരെയധികം സ്നേഹിച്ച് നാം കൂടെ ചേർത്തു നിന്ന് നാം നമ്മളെ സ്വന്തം പോലെ നാം കൊണ്ടുവന്ന പലരും നമ്മെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അവഗണിക്കുകയും അവർക്ക് സ്ഥാനങ്ങൾ കടന്നു വരുമ്പോൾ അവരെ ആരാണോ സഹായിച്ചത്, അവരെ ആരാണോ ഈ പദവിയിലേക്ക് എത്തിക്കുവാൻ, അല്ലെങ്കിൽ ആരാണോ ഈ ജോലി അവർക്ക് കൊടുത്തത്, ആ വ്യക്തിക്കെതിരായി മാറുന്നത് ഈ കാലഘട്ടത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വേദനിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും കാണാൻ സാധ്യതയുണ്ട്. ഹാഗർ അതാണ് പറയുന്നത്, ഒരു പഴഞ്ചൊല്ലുണ്ട്, അല്പന് ഐശ്വര്യം വരുമ്പോൾ അർദ്ധരാത്രിയും കൊട പിടിക്കുമെന്ന്. അല്പന്, അതായത് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരുവന് സ്ഥാനക്കയറ്റം കിട്ടുമ്പോൾ, അനുഗ്രഹം കിട്ടുമ്പോൾ, നന്മ കിട്ടുമ്പോൾ, ജോലി ലഭിക്കുമ്പോൾ, ഉയർച്ച ലഭിക്കുമ്പോൾ അത് ആരാണോ അവർക്ക് തന്നത് അവരുടെ മുമ്പേ നിഗളിക്കുവാനും അഹങ്കരിക്കുവാനും അവരെ ഈ പ്രാപ്തിയിലേക്ക് എത്തിച്ച വ്യക്തി ജീവിതങ്ങളെ നിന്ദിക്കുവാനും അവർ പിന്നെ ഇവരുടെ കാഴ്ചയിൽ ഒന്നിനും കൊള്ളാത്തവരായി കാണുന്നതായിട്ട് അവരെ എത്രത്തോളം ഇവർ വേദനിപ്പിക്കുവാൻ പറ്റുമോ അത്രത്തോളം വേദനിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഞാൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി പറയുവാൻ സാധിക്കും. ആ സമയം ഹാഗർ കാണിച്ചപ്പോൾ സാറ എന്തുമാത്രം വേദനിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഹാഗർ അവിടെ സാറ ചെയ്തത് തൻ്റെ സ്ഥാനത്തെയാണ് അവിടെ കൊടുക്കുവാൻ ഇടയായി തീർന്നത്. തൻ്റെ സ്ഥാനത്തെ, തൻ്റെ ഭാര്യയുടെ സ്ഥാനത്തെയാണ് അവൾക്കും കൊടുക്കുവാനായിട്ട് ഇടയായത്, തുല്യ സ്ഥാനം കൊടുക്കുവാനിടയായി. എന്നാൽ മറിച്ച് ഞാൻ പല വ്യക്തികളെയും ഒട്ടും നന്മയില്ലാതിരുന്ന പല വ്യക്തികളെയും ഞാൻ സഹായിക്കുവാൻ ഇടയായിട്ടുണ്ട്. അവരെല്ലാം എന്നിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഉയർച്ച പ്രാപിച്ച് പല മേഖലകളിലും പല സ്ഥാനങ്ങളിലും എത്തിയപ്പോൾ എന്നെ നിന്ദയോടെ പരിഹാസത്തോടെ എന്നെ കളിയാക്കുന്നതും എന്നെ പരിഹസിക്കുന്നതും എന്നെ നിന്ദിക്കുന്നതും എന്നെ പുച്ഛിച്ചു നോക്കുന്നതും ഒക്കെ ഞാൻ കണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഹാഗറിനെ അങ്ങനെ ഉയർത്തിയ സമയത്ത് ഹാഗർ സാറയെ നിന്ദിച്ചപ്പോൾ എത്രമാത്രം സാറ വേദനിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ സാറയ്ക്ക് വളരെയധികം വേദനയുണ്ടായി. ഒരിക്കലും നമ്മെ സഹായിക്കുന്ന, നമ്മെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ നോക്കുന്ന ഒരു വ്യക്തിയെയും നമ്മൾ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാൻ പാടില്ല. അവർക്കെതിരായി പ്രവർത്തിക്കുവാനും നാം പാടുള്ളതല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ദൈവം കാണിച്ചു തരുന്ന ഒരു മോറൽ. അങ്ങനെ നിന്ന അനുഭവിച്ചു, പ്രയാസം അനുഭവിച്ചു, വേദന അനുഭവിച്ചു, നീറി വയ്യാതായപ്പോൾ
സാറ അബ്രഹാമിനോട് പറയുവാനിടയായി. അപ്പോൾ സാറായി അബ്രഹാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എൻ്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്ക് നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാമിനോട് പരാതി പറയുന്നതാണ് കാണുന്നത്. ഞാൻ നിനക്ക് അവളെ ഭാര്യയായി തന്നപ്പോൾ അവൾ എന്നെ നിന്ദിക്കുവാൻ തക്കവണ്ണം നീ ഇടയാക്കി എന്ന് അബ്രഹാമിനെ പറയുവാനിടയായി. കാരണം അബ്രഹാം അവിടെ പറയണമായിരുന്നു, നീ ഗർഭിണിയായാലും എൻ്റെ സാറയ്ക്കാണ് പ്രാധാന്യം, സാറ കഴിഞ്ഞേ നിനക്ക് ഉള്ളൂ എന്ന് അബ്രഹാം അവിടെ പറയുവാൻ മറന്നുപോയി. അബ്രഹാം അത് പറയാത്തത് കൊണ്ടാണ് ഹാഗർ നിഗളിക്കുവാൻ ഇടയായതും ആ യജമാനത്തിയെ നിന്ദിക്കുവാൻ പരിഹസിക്കുവാൻ ഒക്കെ അവൾ ഇടയായി തീർന്നത്. അബ്രഹാം സാറായോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയി. അപ്പോൾ അബ്രഹാം പറഞ്ഞു, നിന്റെ ദാസിയാണ്, നിനക്ക് എന്ത് വേണോ അവളോട് പ്രവർത്തിക്കാം, നിനക്ക് എന്ത് വേണോ ചെയ്യാം, ഞാൻ അതിലൊന്നും ചോദ്യം ചെയ്യത്തില്ല, ഞാൻ അതിലൊന്നും പറയത്തില്ല എന്ന് അബ്രഹാം സാറയോട് പറയുവാനിടയായി. കാരണം അബ്രഹാം അത്രത്തോളം സാറയെ സ്നേഹിച്ചിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിലും അത്രമാത്രം സാറയെ അബ്രഹാം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ സാറ എന്ത് ചെയ്തു? ആ ഹാഗറിനോട് കഠിനമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ ഹാഗറിന് അവിടെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ വന്നു. വളരെ അധികം ഉപദ്രവം സാറയിൽ നിന്ന് ഹാഗർ അനുഭവിക്കേണ്ടി വന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഹാഗറിന്റെ ഉള്ളിൽ നിഗളത്തിന്റെ ആത്മാവ് കയറിയതോടുകൂടിയാണ് അങ്ങനെ സംഭവിക്കുവാൻ ഇടയായി തീർന്നത്. മറിച്ച് അവൾ എൻ്റെ യജമാനത്തിയാണ് എന്നെ ഭാര്യയാക്കിയത്, അതുകൊണ്ട് ഞാൻ അവളെ ബഹുമാനിക്കണം, ഞാൻ അവളെ സംരക്ഷിക്കണം, ഞാൻ അവളോട് എപ്രകാരമായിരുന്നു അതുപോലെ അതിനേക്കാൾ മികച്ചതായി അവളോട് ഇടപെടണം എന്ന് അവൾ ചിന്തിക്കാതെ യജമാനത്തിയെ വേദനിപ്പിച്ചപ്പോൾ യജമാനത്തിയോട് നിനക്ക് എന്തു വേണോ അവളോട് ചെയ്യാം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് അവൾ വേദന അനുഭവിക്കാൻ കാരണമായി തീർന്നത്. അല്ലെങ്കിൽ അവിടെ രാജ്ഞിയെ പോലെ ആ ഭവനത്തിൽ അവൾക്ക് ജീവിക്കാമായിരുന്നു. അങ്ങനെ ഓടിപ്പോയപ്പോൾ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. യഹോവയുടെ ദൂതൻ ഹാഗറിന്റെ മുമ്പേ പ്രത്യക്ഷനാകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സാറായുടെ ദാസിയായ ഹാഗറെ, നീ എവിടെ നിന്നു വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ, ഞാൻ എൻ്റെ യജമാനത്തി സാറയെ വിട്ട് ഓടിപ്പോകുകയാകുന്നു എന്ന് പറഞ്ഞു. അവിടെ സംബോധന ചെയ്യുന്നത് ഹാഗറെ എന്നല്ല, അബ്രഹാമിന്റെ ഭാര്യയെ എന്നല്ല ദൂതൻ സംബോധന ചെയ്യുന്നത്. സാറയുടെ ദാസിയായ ഹാഗറെ എന്നാണ് യഹോവയുടെ ദൂതൻ അവളെ വിളിക്കുന്നത്. നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ യജമാനത്തെ വിട്ട് ഓടിപ്പോവുകയാണെന്ന് പറഞ്ഞു. അതിന് യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങി ഇരിക്ക എന്ന് കൽപ്പിച്ചു. ദൂതൻ അവളോട് എന്താണ് പറഞ്ഞത്? നീ യജമാനത്തിയുടെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് യജമാനത്തിക്ക് കീഴടങ്ങി ഇരിക്കുവാനായിട്ട് കൽപ്പിച്ചു.
യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായി തീരും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇഷ്മായേൽ എന്ന പേർ വിളിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് യഹോവയുടെ ദൂതൻ പറഞ്ഞു, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, എണ്ണമില്ലാത്ത അളവിലേക്ക് എത്തിക്കും, പെരുപ്പമുള്ള ജാതിയാക്കി മാറ്റും എന്നൊക്കെ പറയുവാനിടയായി. അവന് ഇഷ്മായേൽ എന്ന് പേരിടണമെന്നും യഹോവയുടെ ദൂതൻ ഹാഗറിനോട് പറയുവാൻ ഇടയായി തീർന്നു. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമാകും, എല്ലാവരുടെയും കൈ അവന് വിരോധമാകും മായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു. ഈ വചനം നാം വായിക്കുമ്പോൾ എത്ര കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ എവിടെ നോക്കിയാലും മുസ്ലിംസിനെതിരായിട്ട് ഹിന്ദുക്കളാകട്ടെ, ക്രിസ്ത്യൻസ് ആകട്ടെ, യഹൂദന്മാരാകട്ടെ, എല്ലാവരും മുസ്ലിംസിനെതിരായിട്ട് നിൽക്കുന്നു. അത് ദൈവം ഹാഗറിനോട് തൻ്റെ മകനായ ഇസ്മയേലും തലമുറകളെയും കുറിച്ച് പറഞ്ഞതായ വചനമാണ് ഇവിടെ നടന്നു വരുന്നത്. ഇവിടെ നോക്കിയാലും മുസ്ലിംസിനെ അടിച്ചമർത്തുവാൻ, മുസ്ലിംസിനെതിരായി നിൽക്കുന്ന ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് അവരുടെ തെറ്റല്ല, അവരുടെ അമ്മയായ ഹാഗറിന് ദൈവം കൊടുത്തതായ ആ പ്രവചന ശബ്ദമാണത്. എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. മിസ്രൈം സ്ത്രീ എന്ന് പറയുന്നത് വിഗ്രഹത്തെ ആരാധിച്ചു വരുന്ന ഒരു സ്ത്രീയായിരുന്നു. അന്യദേവന്മാരെ ആരാധിച്ചു വന്നിരുന്ന സ്ത്രീയാണ്. ആ സ്ത്രീയാണ് അബ്രഹാമിന്റെ കുടുംബത്തിലേക്ക് കയറി പറ്റിയപ്പോൾ സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ അവൾ മനസ്സിലാക്കുവാനും ആരാധിക്കുവാനും അവൾ ഇടയായി തീർന്നു. മരുഭൂമിയിൽ ഓടിപ്പോയപ്പോൾ അവൾക്ക് കുറെ കൂടെ ആ സത്യദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് കാരണമായി തീർന്നു. കാരണം തനിക്ക് തന്നോട് സംസാരിച്ചത് യഹോവയായ ദൈവമാണെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായി. അബ്രഹാമിൻ്റെയും സാറയുടെയും ദൈവമാണ് എന്നോടും ഇടപെടുന്നത് എന്ന് ഹാഗറിന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ലഹായ് മോയി എന്ന പേരായി. അത് കാദേശിനും ബേരദിനും മധ്യേ ഇരിക്കുന്നു. പിന്നെ ഹാഗർ അബ്രഹാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗർ പ്രസവിച്ച തൻ്റെ മകന് അബ്രഹാം ഇഷ്മായേൽ എന്ന പേരിട്ടു. ഹാഗറിനോട് ദൂതൻ പറഞ്ഞതായ പേര് തന്നെ അബ്രഹാം ആ മകന് പേരിടുവാൻ ഇടയായി തീർന്നു. ഇഷ്മായേൽ എന്ന് തന്നെ പേരിടുവാൻ ഇടയായി തീർന്നു. ഹാഗർ അബ്രഹാമിന് ഇഷ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. ഹാഗർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ച സമയത്ത് അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? 86 വയസ്സായിരുന്നു. ആ സമയത്ത് സാറയ്ക്ക് 76 വയസ്സായിരുന്നു. അങ്ങനെ ഇരിക്കെ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് പ്രത്യക്ഷനായി സംസാരിക്കുവാനിടയായി തീർന്നു. നീയും
നിന്റെ കൂടെയുള്ള എല്ലാ ആണുങ്ങളും പരിച്ഛേദന കഴിക്കണം, അഗ്രചർമ്മം ഛേദിക്കണം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ദാസന്മാരാകട്ടെ ദാസികളാകട്ടെ തൻ്റെ കുടുംബത്തിലെ തൻ്റെ കീഴിലുള്ള സകല വ്യക്തികളും, സർവൻസ് ആകട്ടെ ആട്ടിടയന്മാരാകട്ടെ ആരുമാകട്ടെ ബന്ധുക്കളാകട്ടെ ആരായാലും അഗ്രചർമ്മം ചെയ്യണമെന്ന് അവിടെ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുവാൻ ഇടയായി. അങ്ങനെ അബ്രഹാം പരിച്ഛേദന ഏൽക്കുവാൻ തീരുമാനിക്കുകയും അബ്രഹാമും ഇഷ്മായേലും ഒരുമിച്ച് ആണ് അഗ്രചർമ്മം ഏൽക്കുവാൻ ഇടയായി തീർന്നത്. ആ സമയത്ത് ഇഷ്മായേലിന് 13 വയസ്സായിരുന്നു. എത്ര വയസ്സായിരുന്നു? 13 വയസ്സായിരുന്നു. അങ്ങനെ അബ്രഹാമിന്റെ മകനായ ഇഷ്മായേലും ഹാഗറിനുണ്ടായ മകനായ ഇഷ്മായേലും തൻ്റെ ഭവനത്തിലുള്ള സകല സർവൻസും ഒരേ ദിവസമാണ് പരിച്ഛേദന ഏൽക്കുവാൻ ഇടയായത്. ആ പരിച്ഛേദന ഏൽക്കുന്നതിനെ കുറിച്ച് പറയുകയും ചെയ്തു. അത് മാത്രവുമല്ല, നിനക്ക് സാറായിൽ ഒരു മകനെ ഞാൻ തരുമെന്നും, സാറായിൽ ഞാൻ ഒരു മകനെ തരുമെന്നും പറഞ്ഞപ്പോൾ അവിടെ കമന്നു വീണ് അബ്രഹാം ചിരിക്കുവാനിടയായി തീർന്നു. കാരണം 99-ാം വയസ്സിൽ ഇനി ഒരു കുഞ്ഞോ ഹാഗറിലുള്ള ആ ഇഷ്മയേലില് ഞാൻ സന്തോഷിച്ചു കൊള്ളാം, ആ വാഗ്ദത്തം അവനിലൂടെ നിറവേറട്ടെ എന്ന് അവൻ യഹോവയോട് പറയുവാനിടയായി തീർന്നു. 16-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും, ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും 17-ാം അധ്യായം 16-ാം വാക്യമാണ് ഞാൻ ഈ വായിക്കുന്നത്. മകനെ തരും, ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്കും മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ് ചിരിക്കുവാൻ ഇടയായി തീർന്നു. ഇഷ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടേണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും എന്ന് അബ്രഹാമിനോട് യഹോവ പറയുവാനിടയായി തീർന്നു. ഇഷ്മായേലിനെ കുറിച്ച് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസഹാക്കിനോട് ആകുന്നു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തത് തീർന്ന ശേഷം അവൻ വീട്ടിൽ കയറി. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവനെ വിട്ടുപോയി. അനന്തരം അബ്രഹാം തൻ്റെ മകനായ ഇഷ്മായേലിനെയും തൻ്റെ വീട്ടിലുള്ള സകലവരെയും പരിച്ഛേദന കഴിപ്പിച്ചു. അങ്ങനെ അവർ ഒരുമിച്ച് പരിച്ഛേദന ഏൽക്കുവാൻ ഇടയായി തീർന്നു. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു.
അവൻ തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ട് അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടി നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. അബ്രഹാം, ഞാൻ സാറയുടെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, അബ്രഹാം അതിഥി പ്രിയനായിരുന്നു. എല്ലാവരെയും സൽക്കരിക്കുവാനും അവരെ പരിചരിക്കുവാനും ഒക്കെ വളരെയധികം ആഗ്രഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അബ്രഹാം. അതുപോലെ സാറായും അങ്ങനെ തന്നെയായിരുന്നു. ദൈവവും 2 ദൂതന്മാരുമൊപ്പം വയലിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അബ്രഹാം അവരെ സ്വീകരിക്കുകയും അവരെ നിർബന്ധിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അവരുടെ കാല് കഴുകുവാനൊക്കെ അബ്രഹാം മുന്നിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാനൊരു മുറി അപ്പം കൊണ്ട് വരാം, വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്ന്, നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ സാറ എന്ത് ചെയ്തു? അബ്രഹാം പറഞ്ഞതുപോലെ അപ്പം ഉണ്ടാക്കാൻ ഇടയായി. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്ത് അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. അബ്രഹാം പിന്നെ എന്താണ് ചെയ്തത്? സാറയോട് അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് നല്ല കൊഴുത്ത ഒരു കാളക്കുട്ടിയെ, ഏറ്റവും ഇളയതായിട്ടുള്ള ഒരു നല്ല കൊഴുത്ത കാളക്കുട്ടിയെ പിടിച്ച് ബാല്യക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പെട്ടെന്ന് പാകം ചെയ്ത് കൊണ്ടുവരുവാൻ പറഞ്ഞു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്ത കാളക്കുട്ടിയെയും എടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന്, കൂടാരത്തിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. സാറ അവിടെ നടക്കുന്ന സംഭാഷണമെല്ലാം കൂടാരവാതിന്റെ പുറകിൽ നിന്ന് കേട്ടുകൊണ്ടാണ് ഇരുന്നത്. എന്നാൽ അബ്രഹാമും സാറയും വയസ്സു ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നു പോയിരുന്നു. ആകയാൽ സാറ ഉള്ളം കൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എന്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉള്ളിൽ ചിരിക്കുവാനിടയായി തീർന്നു. നേരത്തെ നമുക്ക് കാണുവാൻ സാധിച്ചു അബ്രഹാം കവിണ്ണു വീണ് ചിരിക്കുന്നത്. ഇവിടെ സാറ കൂടാരവാതിന്റെ പുറകിൽ നിന്ന് ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ യഹോവയ ദൈവം എന്ത് ചെയ്തു? സാറ ഇങ്ങനെ പറഞ്ഞു ചിരിച്ചത് എന്ത് എന്ന് ചോദിച്ചു. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു.
അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. സാറ അത് കേട്ടിട്ട് ഭയപ്പെട്ടു. സാറ ചിരിച്ചത് ദൈവത്തിന് മനസ്സിലായി എന്ന് മനസ്സിലാക്കിയപ്പോൾ സാറ ഭയപ്പെട്ടിട്ട് ഞാൻ ചിരിച്ചില്ല എന്ന് കള്ളം പറഞ്ഞു. പക്ഷേ ദൈവം പറഞ്ഞു, നീ ചിരിച്ചു എന്ന്. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോതോമിലേക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയച്ചപ്പോൾ അവരോട് കൂടെ പോയി. അത് കഴിഞ്ഞ് എങ്ങോട്ട് പോയി? സോതോമിലേക്ക് ആ ദൂതന്മാർ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം സാറയ്ക്ക് ഒരു കുഞ്ഞ് ലഭിക്കുവാൻ ഇടയായി തീർന്നു. സാറ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിക്കുവാൻ ഇടയായി തീർന്നു. മകനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ സാറ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഹാഗറുടെ മകനായ ഇഷ്മായേൽ ഇവനെ പരിഹസിക്കുന്നത്, ഇവനെ നിന്ദിക്കുന്നത് ഒക്കെ സാറ കാണുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? 21-ാം അധ്യായത്തിലാണ് സാറ ഗർഭം ധരിച്ചതും ഒരു മകനെ പ്രസവിച്ചതും അവന് ഇസഹാക്ക് എന്ന് അബ്രഹാം പേരിടുവാനും ഇടയായി തീർന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ 8-ാം ദിവസം പരിച്ഛേദന ഏൽക്കുവാനും ഇടയായി തീർന്നു. ഇസഹാക്കിനെ അബ്രഹാം പരിച്ഛേദന കഴിപ്പിച്ചു. തന്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു. സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു? അവന്റെ വാർദ്ധക്യത്തിലോ ഞാൻ ഒരു മകനെ പ്രസവിച്ചത് എന്ന് അവൾ പറഞ്ഞു. പൈതൽ വളർന്ന് മുലകുടി മാറി. ഇസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്നൊരുക്കി. മിസ്രൈം ദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട്, 9-ാം വാക്യത്തിലാണ് നാം ഇത് കാണുന്നത്. 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇത് കാണുന്നു. ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. ഈ ദാസിയുടെ മകനെ, ഹാഗറിന്റെ മകനെ പുറത്താക്കണം, എൻ്റെ മകനോട് കൂടെ അവകാശിയാകരുത്. നമ്മുടെ പാരമ്പര്യത്തിന്റെ അവകാശി അവൻ ഒരിക്കലും ആകരുത് എന്ന് പറഞ്ഞു. അവിടെ സാറയുടെ മകനല്ലാതെ മറ്റൊരു മകനും അബ്രഹാമിന്റെയും സാറയുടെയും സ്വത്തുകൾക്ക്, അവരുടെ അവകാശങ്ങൾക്ക് അവകാശി ആകാൻ പാടില്ല എന്നുള്ളത് സാറ അബ്രഹാമിനോട് പറയുവാനിടയായി തീർന്നു. സാറ ആയിരുന്നു അബ്രഹാമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ. അപ്പോൾ സാറ എന്ത് പറയുന്നു അത് കേൾക്കാനാണ് ദൈവം അബ്രഹാമിനോട് പറയുവാനും ഇടയായത്. അതുകൊണ്ട് സാറ പറയുന്നത് മാത്രമേ അബ്രഹാം കേട്ടിരുന്നുള്ളൂ. അവരുടെ കുടുംബ കാര്യങ്ങളിൽ സാറ എന്ത് പറഞ്ഞോ അതിൻ പ്രകാരം തന്നെ അവസാനം വരെയും അബ്രഹാം ജീവിക്കുവാൻ ഇടയായി തീർന്നു. പിന്നത്തേതിൽ സാറ മരിച്ചിട്ട് അബ്രഹാം വേറെ വിവാഹം കഴിക്കുന്നു. കെതോറ എന്നൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അതിൽ 6 മക്കൾ ജനിക്കുന്നു. എന്നിട്ടും ഇസഹാക്കിന് മാത്രമാണ് തന്റെ സ്വത്ത് എഴുതി കൊടുക്കുന്നതായിട്ട് നമുക്ക് തുടർന്നുള്ള അധ്യായത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് സാറ 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അബ്രഹാമിനോട് ആവശ്യപ്പെട്ടതായ കാര്യമാണ് അവിടെ നിവർത്തിക്കുന്നത്. ഇസഹാക്കിന് മാത്രമാണ് സകല അവകാശവും കൊടുക്കുവാൻ ഇടയായി തീർന്നത്. മറ്റുള്ളവർക്ക് ഗിഫ്റ്റുകൾ മാത്രമാണ്, മറ്റുള്ള മക്കൾക്ക് ഗിഫ്റ്റുകൾ മാത്രമേ കൊടുത്തുള്ളൂ. തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന്
അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് യഹോവ പറയുന്നു. ഇവിടെ നാം കേൾക്കുന്നല്ലോ, സാറ പറയുന്നത് നീ അനുസരിക്കുക, കേൾക്കുക എന്ന് യഹോവയായ ദൈവം അബ്രഹാമിനെ താക്കീത് ചെയ്യുന്നത് നാം കാണുന്നു. ഇസഹാക്കാണ് സാറയിൽ നിന്നും അബ്രഹാമിൽ നിന്നും ജനിച്ചതായ ഇസഹാക്കിന്റെ പരമ്പരകൾക്ക് മാത്രമേ യഥാർത്ഥ അവകാശം ഉള്ളൂ എന്നും കർത്താവ് ഇവിടെ വ്യക്തമാക്കി അബ്രഹാമിനോട് സംസാരിക്കുന്നത് 12-ാമത്തെ വാക്യത്തിൽ, 21-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദാസിയുടെ മകനെയും ഞാൻ ഒരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്തു അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ദൈവം പറഞ്ഞത് കേട്ടിട്ട് ഹാഗറിനെ സാറ പറഞ്ഞു ഹാഗറിനെയും മകനെയും ഇവിടുന്ന് ഇറക്കി വിടണമെന്ന്. അപ്പോൾ യഹോവ പറഞ്ഞു, സാറ എന്താണോ നിന്നോട് പറയുന്നത് അത് ചെയ്യുക എന്ന്. പക്ഷെ വേദനിച്ചിട്ടും അബ്രഹാം യഹോവയെ അനുസരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് സാറ പറഞ്ഞതുപോലെ ഹാഗറിന്റെ കയ്യിൽ അപ്പവും ഒരു തുരുത്തി നിറയെ വെള്ളവുമായിട്ട് മകനെയും കൊടുത്ത് ഇറക്കി വിടുവാനിടയായിട്ട്. അങ്ങനെ ഹാഗർ ബെർഷേബ എന്ന മരുഭൂമിയിൽ ചെല്ലുകയും അവിടത്തെ എത്തിയപ്പോൾ അവളുടെ കയ്യിലുള്ള വെള്ളം തീർന്നു. കുഞ്ഞ് കരയുവാൻ തുടങ്ങി. അപ്പോൾ അവൾ എന്താണ് ചെയ്തത്? തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ തണലിൽ ഇട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് ഇരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അതിനെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. കുട്ടിയുടെ മരണം ഒരമ്മയ്ക്കും തന്റെ കുഞ്ഞിന്റെ മരണം കാണുവാൻ സാധ്യമല്ല. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് സ്വന്തം പൈതലിന്റെ മരണം കാണുക എന്നുള്ളത്. അത് കാണാതിരിക്കുവാൻ ദൂരെ മാറി നിന്ന് കരയുവാൻ ഇടയായി തീർന്നു ഹാഗർ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗറിനെ വിളിച്ചു. അവളോട്, ഹാഗറേ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ച് കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ദൈവം പിന്നെയും അവളോട് പറയുന്നു, നീ എന്തിനു ഭയപ്പെടുന്നു? ഞാൻ നിന്റെ മകനെ ഒരു വലിയ ജാതിയാക്കും എന്ന് പറയുവാനിടയായി. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം അവിടെയുള്ള നീരുറവയെ, ആ മരുഭൂമിയിലെ നീരുറവയെ ഹാഗറിന്റെ കണ്ണു തുറപ്പിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ബാലന് ആ വെള്ളം കൊടുക്കുവാനായിട്ട് പറയുകയും ചെയ്തു. ഈ നീരുറവ ഇരിക്കുന്ന സ്ഥലമാണ് ഇന്നത്തെ മെക്ക എന്ന് പറയുന്ന സ്ഥലം. മെക്ക, മദീന എന്ന് പറയുന്ന ആ സ്ഥലം. അവിടെയാണ് ഇന്ന് മെക്കയിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മുസ്ലിംസ് പോകുന്നതായ സ്ഥലം. ഈ സ്ഥലമാണ് ഇന്ന് നാം അറിയപ്പെടുന്നതായ സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലം. ഈ ബർഷേബ മരുഭൂമി, അതായത് പരാൻ മരുഭൂമി, ബർഷേബയിലെ പരാൻ മരുഭൂമിയിലാണ് അവർ എത്തപ്പെട്ടതും. പിന്നെ അവിടെയാണ് ഇസ്മായേലും ഹാഗറും ജീവിക്കുവാൻ ഇടയായി തീർന്നത്.
ആ സ്ഥലം ഇന്ന് സൗദി അറേബ്യ ആയിട്ടാണ് അറിയപ്പെടുന്നത്. സൗദി അറേബ്യയിലുള്ള സ്ഥലമാണ് ഈ നീരുറവ പൊട്ടി പുറപ്പെട്ടു വന്നത്. അവിടെയാണ് ഇന്ന് മെക്ക മുസ്ലിംസിന്റെ ഏറ്റവും പുണ്യ സ്ഥലമായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന മെക്ക ഇരിക്കുന്നത് അവിടെയാണ്. അവിടെ ഒരു കിണറുണ്ട്, ആ കിണറാണ് ഈ നീരുറവ. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പരാൻ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ മിസ്രയീം ദേശത്തു നിന്ന് അവന് ഒരു ഭാര്യയെ കൊണ്ടുവന്നു. പരാൻ മരുഭൂമിയിൽ അവർ പാർക്കുകയും അവനൊരു വലിയ വില്ലാളിയായി മാറുകയും അവന്റെ അമ്മ അവന് ഒരു മിസ്രൈമ്യ പെൺകുട്ടിയെ ഭാര്യയായി കൊടുക്കുകയും അങ്ങനെ ദൈവം അവരെ വർദ്ധിപ്പിക്കുവാൻ ഇടയായി തീരുകയും ദൈവത്തിന്റെ പ്രവചനം അവിടെ നടക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഒരു രണ്ടാം ജാതിയെ ജനിപ്പിക്കുവാൻ വേണ്ടിയാണ് ഹാഗറിനെ ദൈവം കണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്ത്രീകളെയും ദൈവം ജനിപ്പിക്കുമ്പോൾ ദൈവത്തിന് ഓരോ പർപ്പസ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഹാഗറിനെ ജനിപ്പിച്ചത്. ഹാഗറിനെ ജനിപ്പിക്കുവാൻ കാരണം ഒരു ജാതിയെ, രണ്ടാം ജാതിയെ, ലോകത്തിന്റെ രണ്ടാം ജാതിയെ അവളിലൂടെ ജനിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ഹാഗറിനെ കാണുവാൻ ഇടയായത്. എന്നാൽ ഹാഗറിന്റെ ഉള്ളിൽ നിഗളം കടന്നു വന്നപ്പോഴാണ് ഹാഗറിന് അവിടുന്ന് അബ്രഹാമിന്റെ ആ കൊട്ടാര തുല്യമായ ജീവിതത്തിൽ നിന്ന്, രാജകീയ തുല്യമായ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നതും ഉഴന്ന് നടക്കേണ്ടി വന്നതും അലയേണ്ടി വന്നതും ഒക്കെ. നിഗളം കടന്നു വന്നില്ലായിരുന്നു എങ്കിൽ ആ ഭവനത്തിൽ തന്നെ രണ്ട് ജാതിയായി ഒരപ്പന്റെ മക്കളെ പോലെ അവിടെ ജീവിക്കുവാൻ, ഒരു ഭർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് ഭാര്യമാരായി അവിടെ ജീവിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നു. നിഗളം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അത് നമ്മുടെ നാശത്തിന്, നമ്മുടെ അനുഗ്രഹ തടസ്സത്തിന് കാരണമായി തീരുമെന്നുള്ളതാണ് നമുക്ക് ഹാഗറിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആരുടെയെങ്കിലും ഉള്ളിൽ നിഗളത്തിന്റെ ആത്മാവ് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ നിഗളത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് മുന്നോട്ട് പോകാം. അതിനായി ദൈവം നിങ്ങളേവരെയും, അടിയനെയും നിങ്ങളെയും ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.